അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ എന്ന പുസ്തകമാണ്. നമുക്ക് ഇനി പാഠത്തിലേക്ക് ചെന്നാലോ? ആദ്യ പാഠം അൽ ഖുർആൻ എന്നതാണ്. നമുക്ക് പാഠത്തിലേക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമൽ ഖുർആന വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ ഹാദിൽ ഇൻസാനി വഅല ആലിഹി വസഹ്ബിഹി അഹ്ലിൽ ഈമാനി വൽ ഇഹ്സാൻ വബഅദു. അൽ വഹദത്തുൽ ഊല. പാഠം 1. അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തിൽ മുഴുകുകയായിരുന്നു. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലക്കിലെ ആദ്യ 5 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഇത് ഖുർആൻ അവതരണത്തിൻ്റെ ആരംഭമായിരുന്നു. ഉസ്താദ് ചരിത്രം തുടർന്നു. കുട്ടികളെ, നിങ്ങൾ ഹിറാ ഗുഹ കണ്ടിട്ടുണ്ടോ? മിദ്ലാജുമോൻ പറഞ്ഞു, ഞാൻ ഉപ്പയുടെ കൂടെ ഉംറക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ മക്കയിലും മദീനയിലും എത്താൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. കുട്ടികൾ ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. ഉസ്താദ് തുടർന്നു, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അതിന് പ്രത്യേക പാരായണ നിയമവും എഴുത്തു രീതിയുമുണ്ട്. സാധാരണ അറബി വായിക്കുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫ്ഖീം, തർഖീഖ് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും കൂലിയാണ് കുട്ടികളെ. അതുകൊണ്ട് നാം ഖുർആനിലേക്ക് നോക്കുകയും ഖുർആനിൽ കണ്ടിട്ട് ഓതാൻ ശ്രമിക്കുക. ഖുർആൻ നാം ഓതാൻ പഠിക്കുക. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട് എന്നല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അത്യാവശ്യം ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. മദ്രസയിൽ ഉസ്താദുമാർ സൂറത്തു ദാരിയാത്ത് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. നാം എല്ലാവരും സൂറത്തു ദാരിയാത്ത് ഓതി പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. നഖ്റഉ. ഹിറാ ഗുഹ. പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിലുള്ള ഗുഹ. മുഅ്ജിസത്ത്. അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. പാരായണം, ഓത്ത്. തഫ്ഖീം, ഗണിപ്പിക്കൽ. ഹർഫ്, അക്ഷരം. തർഖീഖ്, നേർപ്പിക്കൽ. മഖ്റജ്, അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം. സിഫത്ത്, അക്ഷരം പുറപ്പെടുന്ന രൂപം. നുകമ്മിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡേഷ് ഖുർആൻ ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതിക്കൊടുത്തു. അടുത്ത ചോദ്യം എന്താണ്? ഉസ്താദ് ദുആ ചെയ്തപ്പോൾ കുട്ടികൾ ഉച്ചത്തിൽ ഡേഷ് പറഞ്ഞു. കുട്ടികൾ ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. അടുത്തതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡേഷ് അവതരിപ്പിച്ച പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ.
അടുത്തത് എന്താണ്? ഖുർആൻ പാരായണം ഏറ്റവും ഡേഷ് ഉള്ള സൽക്കർമ്മമാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യം ഉള്ള സൽക്കർമ്മമാണ്. അടുത്തത് എന്താണ്? അഞ്ചാമത്തത് സാധാരണ അറബി വായിക്കുന്നത് പോലെ ഡേഷ് പാരായണം ചെയ്യാൻ പാടില്ല. സാധാരണ അറബി വായിക്കുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അടുത്തത് നുബൈൻ. ഖുർആനിലെ ആദ്യമിറങ്ങിയ 5 ആയത്തുകൾ കണ്ടെത്തി പാരായണം ചെയ്യുക. ഖുർആനിലെ ആദ്യമിറങ്ങിയ 5 ആയത്തുകൾ കണ്ടെത്തി പാരായണം ചെയ്യുക. ഏതാണ് ഖുർആനിലെ ആദ്യമിറങ്ങിയ 5 ആയത്ത്? സൂറത്തുൽ അലക്കിലെ ഇഖ്റ ബിസ്മി സൂറത്തില്ലേ, ആ സൂറത്ത് ഞാനിവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. അടുത്തത് വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തിൽ 5 വാചകം എഴുതുക. ഖുർആൻ എന്ന വിഷയത്തിൽ 5 വാചകം എഴുതുക. ഖുർആൻ എന്ന വിഷയത്തിൽ 5 വാചകം ഞാൻ പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ്? ഒന്ന്, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. ഒന്നായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഖുർആനാണ്. രണ്ടായി, ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഇപ്പം എത്രയായി? മൂന്നായി, ഖുർആനിലേക്ക് നോക്കുന്നതു പോലും പ്രതിഫലാർഹമാണ്. ഇപ്പം എത്രയായി? 4. ഇനി അഞ്ചാമത്തത്, ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. ഇപ്പോൾ 5 ആയിട്ടോ. നോക്കൂ കുട്ടികളെ, നുജിബു. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഖുർആനിൽ ആദ്യമിറങ്ങിയ ആയത്ത് ഏത്? ഖുർആനിൽ ആദ്യമിറങ്ങിയ ആയത്ത് സൂറത്തുൽ അലക്കിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ ഖുർആനിലെ സൂറത്തുൽ അലക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത ചോദ്യം കുട്ടികളെ, ഖുർആൻ എന്നാൽ എന്ത് എന്നതാണ്. ഖുർആൻ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യം ഞാൻ അതിൻ്റെ ഉത്തരം പാഠഭാഗത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. നോക്കൂ കുട്ടികളെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. എന്താണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. കുട്ടികളെ, അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ്. അടുത്ത ചോദ്യം എന്താണ്? ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ എത്ര പ്രതിഫലം ലഭിക്കുക? എത്ര പ്രതിഫലം ലഭിക്കും? എത്ര പ്രതിഫലമാണ് ലഭിക്കുക? 10 പ്രതിഫലമുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? തജ്വീദ് എന്നാൽ എന്ത്? തജ്വീദ് എന്നാൽ എന്ത് എന്ന് പാഠപുസ്തകത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ കുട്ടികളെ, തജ്വീദ് എന്നാൽ എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ കുട്ടികളെ, നെക്തഷു. ഹിറ ഗുഹ എവിടെയാണ്? ഹിറ ഗുഹ മക്കയിലെ ജബലുൻ നൂറിലാണ് ഹിറ ഗുഹ. അടുത്ത ചോദ്യം നോക്കൂ, പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്ത്? പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്ത് എന്നാണ് ചോദ്യം. നബിയുടെ ജന്മനാടായത് കൊണ്ട്. അടുത്ത ചോദ്യം നോക്കൂ കുട്ടികളെ, മഖ്റജ് എന്നാൽ എന്ത്? അക്ഷരം പുറപ്പെടുന്ന സ്ഥാനത്തിന് മഖ്റജ് എന്ന് പറയുന്നു. അക്ഷരം പുറപ്പെടുന്ന സ്ഥാനത്തിന് മഖ്റജ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കൂ കുട്ടികളെ, സിഫത്ത് എന്നാൽ എന്ത്? അക്ഷരം പുറപ്പെടുന്ന രൂപത്തിന് സിഫത്ത് എന്ന് പറയുന്നു. അടുത്തത് തഖ്സീസ്. അസൈൻമെൻറ്റ് തയ്യാറാക്കാൻ നഖ്റ സൂറത്ത് ദാരിയാത്ത് എന്ന് നമ്മൾ ഓതിയ സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിൻ്റെ
ആ സൂറത്ത് ഓതി പഠിക്കാൻ. അതുപോലെ നുക്കറ സൂറ അൽ മെഹ്ഫൂദ ഫി സൊഫിസാനി, കഴിഞ്ഞ വർഷം ഓതി പഠിച്ച സൂറത്തുകൾ ഓതാൻ. അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ. അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.